മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാതെ വീർപ്പുമുട്ടിയ കുട്ടികൾ ഒടുവിൽ റോഡിൽ പരസ്യമായി മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ചു. കണ്ണൂർ അഴീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള സൗകര്യത്തിനായി പ്രക്ഷോഭം തുടങ്ങിയത്. രാവിലെ 8 മണി മുതൽ 5 മണി വരെ സ്കൂളിൽ മൂത്രമൊഴിക്കാതെ പിടിച്ചു നിൽക്കേണ്ടി വന്ന കുട്ടികളുടെ പ്രതിഷേധമാണിത്. പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ അനുഭവിക്കുന്ന പ്രശ്നം. പക്ഷേ അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല. പിന്നെന്ത് ചെയ്യും? പ്രതിഷേധം ഇങ്ങനെ പരസ്യമായി അവർ മൂത്രമൊഴിച്ചു തീർത്തു. അഴീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 800-ലേറെ വരുന്ന കുട്ടികളാണ് ശുചിമുറിക്ക് വേണ്ടി ക്ലാസ് ബഹിഷ്കരിച്ച് സമരം തുടങ്ങിയിരിക്കുന്നത്. മൂക്കും പത്തിട്ട് ടോയ്ലറ്റിലേക്ക് പോകേണ്ടത്, ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല, സ്മെല്ല് ക്ലാസ് വരെ അടിച്ചു വരുന്നു. ടോയ്ലറ്റ് കിട്ടുന്നവരെ അനിശ്ചിതകാലത്തേക്ക് സമരം തന്നെയാണ്. ആകെ 4 ശുചിമുറികളാണ് സ്കൂളിലുള്ളത്. ഇത് 800 കുട്ടികൾ എങ്ങനെ ഉപയോഗിക്കും? 10 ശുചിമുറികൾ വൃത്തിയുള്ളത് അധ്യാപകർ കൈയടക്കി. അവിടേക്ക് കുട്ടികൾക്ക് പ്രവേശനമില്ല. കുട്ടികൾക്കുള്ളത് പുതുതായി പണിയാൻ 10.5 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ പണി തുടങ്ങിയിട്ട് മാസങ്ങൾ ഏറെയായി. ഇനി ആ ശങ്ക പരിഹരിക്കുന്നതുവരെ ഈ സമരം തുടരാനാണ് കുട്ടികളുടെ തീരുമാനം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രതീഷ് കപ്പോത്തിനൊപ്പം NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.